ഗൈസ്, അപ്പോൾ നാളെയാണ് പോകുന്നത്. പാക്കിങ്ങിൻ്റെ തിരക്കിലാണ്. ഏതൊക്കെ ഡ്രസ്സ് എടുത്ത് വെക്കണമെന്ന് ഇപ്പോഴും സംശയമാണ്. പക്ഷെ എന്നാലും ഏതൊക്കെയോ എടുക്കുന്നുണ്ട്. യെസ്, ഒരുപാട് ഡ്രസ്സുകളുണ്ട്. ഇതൊക്കെ എവിടെ ഇടുന്നാണ് ആലോചിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ്. ഒലോക്കോട് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് നേരെ ഷൊർണൂരിലേക്കാണ്. ഷൊർണൂരിൽ നിന്നാണ് ഞങ്ങൾക്ക് ഡൽഹിയിലേക്ക് ട്രെയിന്. അപ്പോൾ ഏകദേശം എല്ലാം സെറ്റായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ ഷൊർണൂരേക്ക്. അപ്പോൾ ഞങ്ങളങ്ങനെ ഷൊർണൂരെത്തി. പാലക്കാട് നിന്ന് ട്രെയിനിൽ നേരെ ഷൊർണൂരെത്തി. ഫുഡൊക്കെ കഴിച്ച് ഇനി ഏകദേശം 2 മണിക്കൂറുണ്ട് നമ്മുടെ ട്രെയിനിന്. അപ്പോൾ ഞങ്ങളിനി AC വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യാമെന്നാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഏകദേശം 2 മണിക്കൂറിന് ട്രെയിൻ. അപ്പോൾ ഞങ്ങളൊരു AC വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു. 1-ാമത്തെ പ്ലാറ്റ്ഫോമിലും 4-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് AC വെയിറ്റിംഗ് ഹാൾ ഉള്ളത്. 1 മണിക്കൂറിന് 30 രൂപയാണ്. നല്ല കിടിലൻ സെറ്റപ്പാണ്. അപ്പോൾ ട്രെയിൻ വരാറായി. 3:20 പറഞ്ഞത്. അപ്പോൾ ഏകദേശം ആയി. ഈ ട്രെയിന് പോയിട്ടാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. മംഗള ലക്ഷദ്വീപാണ്. അസ്രത്ത് നിസാമുദ്ദീൻ വരെ എറണാകുളത്ത് നിന്ന് പോകുന്ന വണ്ടിയാണ്. അതിന് എന്തുകൊണ്ടാണ് മംഗള ലക്ഷദ്വീപ് എന്ന് പേരുന്നതെന്ന് വെച്ചാൽ, മുമ്പ് ലക്ഷദ്വീപ് പോകാൻ വേണ്ടിയിട്ട് എറണാകുളം വരെ ട്രെയിനിൽ വന്നിട്ട് അവിടുന്ന് ഷിപ്പിലേക്ക് പോവുകയാണ് ചെയ്തത്. കാരണം ഇന്ത്യയിൽ നിന്ന് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ലക്ഷദ്വീപിലേക്കുള്ളത്. അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് മംഗള ലക്ഷദ്വീപ് എന്ന് പേര് വന്നത്. അപ്പോൾ ഇനി നമ്മൾ ട്രെയിനിൻ്റെ അകത്തെ വിശേഷങ്ങൾ നോക്കാം. ഞങ്ങൾ വടകര കഴിഞ്ഞു. മാഹി എത്താറായിട്ടുണ്ട്. മാഹി സ്റ്റോപ്പില്ല, തലശ്ശേരിയാണ് അടുത്ത സ്റ്റോപ്പുള്ളത്. ഏകദേശം സമയം 6:20 ആയിട്ടുണ്ട്. ട്രെയിൻ കുറച്ച് നേരം ലേറ്റാണ്. അപ്പോൾ നല്ല സെറ്റപ്പാട്ടോ. നമുക്ക് ഹാൻഡ് വാഷ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ക്ലീനാണ്. പിന്നെ വേസ്റ്റിൻ്റെ ഡിസ്പോസിബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇന്ത്യൻ റെയിൽവേയുടെ ടോയ്ലറ്റാണ്. ഇത് ഇന്ത്യൻ ടൈപ്പാണ്. അത്യാവശ്യം വൃത്തിയുണ്ട്, വെള്ളമുണ്ട്. ഹാൻഡ് വാഷൊക്കെ ഉള്ള ഒരു കിടിലൻ ടോയ്ലറ്റാണ്. അങ്ങനെ കാസർഗോഡ് കഴിഞ്ഞു. അടുത്ത സ്റ്റോപ്പ് മംഗലാപുരമാണ്. 3 AC, 3rd ACയുടെ തന്നെ എക്കണോമിക് ക്ലാസ് ആണ്. അപ്പോൾ നമുക്കൊരു ബ്ലാങ്കറ്റ് ഉണ്ടാവും, പില്ലോ ഉണ്ടാവും, അതിനൊരു വിരി ഉണ്ടാവും. അങ്ങനെ രാത്രി 9:20 മംഗലാപുരം ജംഗ്ഷനെത്തി. മംഗലാപുരം ജംഗ്ഷൻ വരെയാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ പരിധിയിലുള്ളത്. ഇനി ഇവിടെ നിന്നാണ് കൊങ്കൺ റെയിൽവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗായ്സ്, സമയം 4:30. ഗോവൻ തീരത്ത് കൂടെയാണ് നമ്മളെ യാത്ര. കൊങ്കൺ റെയിൽവേയുടെ മനോഹരമായ കാഴ്ചകളാണ്. ഗോവ എത്തി. മഡ്ഗോൺ കഴിഞ്ഞു. ഇനി തിവിയും ലക്ഷ്യം വെച്ചാണ് ട്രെയിൻ കുതിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഗോവയിലെ അവസാന സ്റ്റോപ്പായ തിവിമിലാണ് ഇപ്പോൾ ഉള്ളത്. ട്രെയിൻ ലേറ്റാണ്. 40 മിനിറ്റ് ട്രെയിൻ ലേറ്റാണ്. കൊങ്കൺ റെയിൽവേയുടെ ടണലിലൂടെയാണ് പോകുന്നത്. മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 92 ടണലുണ്ട് കൊങ്കൺ റെയിൽവേയിൽ. ഏകദേശം 750 കിലോമീറ്ററാണ്. കർണാടക, ഗോവ, മഹാരാഷ്ട്ര ഈ 3 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന കിടിലൻ പാതയാണ് കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ. കാരണം മലയും കാടും എല്ലാം തുറന്നിട്ടാണ് കൊങ്കൺ റെയിൽവേ നിർമ്മിച്ചിട്ടുള്ളത്. സമയം രാവിലെ 5:15 ആയിട്ടുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്ര ജസ്റ്റ് ക്രോസ് ചെയ്തു. മഹാരാഷ്ട്രയിലെ മധുര എന്ന് പറഞ്ഞ ലോക്കൽ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല, പക്ഷേ ട്രെയിൻ പാസ് ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടൊക്കെയാണ്. കൊങ്കൺ റെയിൽവേ ആയതുകൊണ്ട് സിംഗിൾ ലൈനാണ്. അപ്പോൾ വേറൊരു ട്രെയിന് പോകണമെങ്കിൽ ഇവിടെ പിടിച്ചിടണം. ഗുഡ് മോർണിംഗ്. അപ്പോൾ മഹാരാഷ്ട്രയിലെ ആടവലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഭയങ്കര കോടയാണ് ഇവിടെ. തണുപ്പാണ്. ഭയങ്കര കോട, ഒരു രക്ഷയില്ലാത്ത കോടയാണ്. ഫുള്ള് കൊങ്കൺ റെയിൽവേ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കാട് റേഞ്ചിലുള്ള സ്ഥലത്ത് കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഭയങ്കര കോടയാണ്. വീടുകളൊക്കെ കുറവാണ് ഈ പ്രദേശങ്ങളിൽ. ഞങ്ങളെ യാത്രയുടെ 2-ാമത്തെ ദിവസമാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ആടവല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഭയങ്കര കോടയാണ്, ഒരു രക്ഷയില്ലാത്ത കോടയാണ്. ഏതോ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്നത്.
കൊങ്കൺ റെയിൽവേ അവസാനിച്ചിട്ടില്ല. AC കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലുള്ളതിനേക്കാളും ഭയങ്കര തണുപ്പാണ് പുറത്ത്. രക്ഷയില്ലാത്ത തണുപ്പാണ്. ഇതിലും തണുപ്പ് കൊള്ളാനാണ് പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഈ തണുപ്പൊന്നും ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ് മനസ്സിലുള്ളത്. കൊങ്കൺ റെയിൽവേയുടെ മനോഹരതയാണ് കാണുന്നത്. താഴെ മൊത്തം കാടാണ്. കാട്ടിലൂടെയാണ് യാത്ര. ഒരു രക്ഷയില്ല. വീട്ടിലും വൈബാണ്. മഹാരാഷ്ട്രയുടെ മണ്ണിലൂടെയാണ് യാത്ര. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വസിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഒരുപാട് പേര് സൺഡേ ആണ് ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലുള്ളത്. മഹാരാഷ്ട്രയുടെ ഗ്രാമങ്ങളിലൂടെയാണ് യാത്ര. ഏകദേശം കേരളം പോലെ തന്നെയാണ്. കന്നുകാലികൾ മേയുന്നത് കാണാം. കൊങ്കൺ റെയിൽവേയുടെ ഏകദേശം അവസാനം എത്തിയിരിക്കുകയാണ്. 765ഓളം കിലോമീറ്റർ നമ്മൾ പിന്നിട്ടു. കൊങ്കൺ റെയിൽവേ മാത്രം. മഹാരാഷ്ട്രയിലാണ് കൊങ്കൺ റെയിൽവേയുടെ അവസാനം വരുന്നത്. മഹാരാഷ്ട്രയിൽ തന്നെ എപ്പോഴും ഉള്ളത്. അപ്പോൾ ഇത് ഉച്ചക്കത്തെ മീൽസാണ്. ചോറും ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് പൊരിച്ചതും ഏതോ ഒരു കറിയൊക്കെയാണ് അതിലുള്ളത്. 180 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. മുംബൈയിലെ പൻവേൽ സ്റ്റോപ്പാണിത്. ഇവിടെ ഒരു 5 മിനിറ്റ് നിർത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി. പൊതിച്ചോറാണ്. ഒരു പൊതിച്ചോറ് 100 രൂപയാണ് കേട്ടോ ഗൈസ്. 100 രൂപയുടെ ചോറാണ്. ഒരു പൊതിച്ചോറുണ്ടാവും. അതിന് മീൻകറി, സാമ്പാർ, മീനിൽ ഒരു കഷ്ണം മീനും ഉണ്ടാവും, ഉപ്പേരി ഉണ്ടാവും. നല്ല ഫുഡാണ്. പൻവേലിന് ഇറങ്ങി നമ്മൾ വാങ്ങണം. 100 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ പൻവേൽ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. പൻവേൽ എത്തുമ്പോൾ ട്രെയിനിൻ്റെ 5 മിനിറ്റ് നിർത്തിയിടും. ആ ഗ്യാപ്പിൽ നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ പൊതിച്ചോറ് വാങ്ങാം മാക്സിമം. ഗൈസ്, മുംബൈയുടെ സ്ലമ്മിലൂടെ നമ്മൾ പോകുന്നത്. പാവപ്പെട്ടവനും പണക്കാരനും എല്ലാവരും അടങ്ങുന്ന മുംബൈ. നമ്മുടെ സ്വന്തം ഫിനാൻസ് ക്യാപിറ്റലായ മുംബൈയുടെ സ്ലമ്മിലൂടെയാണ് നമ്മൾ പോകുന്നത്. മുംബൈയിലെ സബർബൻ ട്രെയിനാണിത്. ലോക്കൽ ട്രെയിനാണ്. മുംബൈ മൊത്തം നമുക്കിതിൽ ചുറ്റി കാണാം. ഇത് ഭയങ്കര ക്രൗഡാണ്. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ആണ്. ആളുകൾ നിന്നിട്ടൊക്കെയാണ് പോകുന്നത്. ഭയങ്കര തിരക്കാണ് ഗൈസ്. ഗൈസ്, അങ്ങനെ പൻവേൽ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേഷനാണ് കല്യാൺ ജംഗ്ഷൻ. മുംബൈയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ സ്റ്റേഷനിലൊന്നാണ് കല്യാൺ ജംഗ്ഷൻ എന്ന് വരുന്നത്. മുംബൈയിൽ മാത്രം കാണാവുന്ന സബർബൻ ട്രെയിനാണത്. മുംബൈയിലെ ലോക്കൽ ട്രെയിനാണ്. മുംബൈയിലെ വിവിധ സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള മോഡ് ഓഫ് ട്രെയിനാണ് സബർബൻ ട്രെയിൻ.